ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നല്ല ഈസി ആയിട്ടുള്ളൊരു സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ട്രോബെറി ഫ്ലേവറൊക്കെ വരുന്ന കേക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 150 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു 3 തവണ അരിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതൊന്നും ചേർത്തില്ലല്ലോ എന്തുകൊണ്ടാണെന്ന്. ഞാൻ പ്രത്യേകിച്ച് വാനില കേക്ക്, വൈറ്റ് ഫോറസ്റ്റ്, പിന്നെ പൈനാപ്പിൾ, സ്ട്രോബെറി ഇതുപോലത്തെ കേക്ക്സിലൊന്നും ബേക്കിംഗ് പൗഡറും സോഡയും ചേർക്കാറില്ല. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ കേക്ക്സിലൊന്നും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്ത റീസൺ എന്ന് പറയുന്നത് കേക്കിന് ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ കഴിക്കുന്ന സമയത്ത് സോഡയുടെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്, എല്ലാവരും ഒരുപോലെ അല്ല. പക്ഷേ ഞാൻ ഇത് ചേർക്കാറില്ല. മൈദ മാത്രം യൂസ് ചെയ്യുന്ന കേക്ക് ആയതുകൊണ്ട് ബേക്കിംഗ് പൗഡർ ചേർത്താലും ബേക്കിംഗ് സോഡ ചേർക്കാതിരിക്കുക, അതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്കിതിലേക്ക് 150 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അതിനുശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ചതിന് ശേഷം 150 ഗ്രാം മെഷർ ചെയ്താണ് എടുക്കാനുള്ളത്. പൊടിക്കുന്നതിന് മുന്നേ മെഷർ ചെയ്തെടുത്ത് പൊടിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 7 ഗ്രാം ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ജെല്ല് ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ജെല്ല് നന്നായിട്ട് മിക്സ് ആയിട്ടില്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ജെല്ല് യൂസ് ചെയ്യുന്നത് ബാറ്റർ കൺസിസ്റ്റൻസിയുടെ വോളിയം ഇൻക്രീസ് ചെയ്യാനും പിന്നെ അതുപോലെ കേക്കിന് നല്ലൊരു സ്ട്രെങ്ത്ത് കിട്ടാനും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ജെല്ല് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജെല്ല് വാങ്ങി യൂസ് ചെയ്യാം. ഞാൻ ടവർ എന്ന ബ്രാൻഡിൻ്റെ റിച്ച് കേക്ക് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഫ്ലഫി ആകുന്നത് വരെയാണ് ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് തൊട്ടേ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ മാത്രം ബീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 സൈഡിലൂടെയും ബീറ്റ് ചെയ്യരുത്. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് വരെ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, സ്പീഡിലും ബീറ്റ് ചെയ്യാൻ പാടില്ല. ലോ സ്പീഡിലിട്ട് ജസ്റ്റ് 30 സെക്കൻഡ്സ് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ 2-3 തവണ വീതം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വളരെ ലൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് 2-3 തവണ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലയോ യൂസ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ ഓവറായിട്ട് ബലം കൊടുത്തൊക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ കേക്ക് പെട്ടെന്ന് ഹാർഡായി പോകുന്നത്. നമ്മൾ മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ കേക്ക് നല്ല സ്പഞ്ചി ആയിട്ട് വരുന്നത്. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ ഈ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളർ കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഷുഗറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ കളറാണ് എടുത്തിട്ടുള്ളത്, റെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു 2 ഡ്രോപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലിക്വിഡ് കളർ യൂസ് ചെയ്യുന്നതിനേക്കാളും ജെൽ കളർ യൂസ് ചെയ്യുക, അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീസ് ചെയ്ത പാനിലേക്ക് മാറ്റാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. സെൻറ്ററിലും സൈഡിലും ഒക്കെ ബാറ്റർ പേപ്പർ ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബേക്കിംഗ് ടൈം 180 ഡിഗ്രി ഫോർ 30 മിനിറ്റ്സ് ആണ്. 180 ഡിഗ്രിയിൽ തന്നെ 10 മിനിറ്റ്സ് ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് സെറ്റ് ചെയ്യാം.
ഇനി ഇതിനുള്ളിലെ എയർ ബബിൾസൊക്കെ പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാറ്റർ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് 30 മിനിറ്റ്സിൽ തന്നെ ബേക്കായി. ഇനി നമുക്ക് പാനിൽ നിന്ന് കേക്ക് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പർ കൂടി ഒന്ന് മാറ്റാം. കേക്കിനിപ്പോൾ നല്ല ചൂടുണ്ട്. ഞാൻ ചൂടോടുകൂടി ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തപ്പോൾ മുകളിലത്തെ പോർഷൻ ഒന്ന് പോയിട്ടുണ്ട്. അത് പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുക. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ട്രോപ്പോലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഈ ഒരു ക്രീമിന് വാനില എസൻസിൻ്റെ ഫ്ലേവറിങ് നല്ല കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ കൂടി ആഡ് ചെയ്തിട്ട് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഡ്രോപ്പ് ജെൽ കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പോളം ജെൽ കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് കേക്ക് ഒരു 3 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു ടേണറിൻ്റെ മുകളിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല ലെവലായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 3 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി കുറച്ച് ക്രീം എടുത്ത് നമുക്ക് കേക്ക് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിതിൽ ഫില്ലിംഗ് ഒന്നും വെക്കുന്നില്ല. സാധാരണ നമ്മൾ സ്ട്രോബെറി കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്ട്രോബെറിയുടെ ക്രഷ് അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ ടിൻഡ് ഫില്ലിംഗ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് ഷോപ്പിൽ അത് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നോർമലിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. സ്ട്രോബെറിയുടെ ക്രഷൊക്കെ വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ സ്ട്രോബെറിയുടെ ക്രഷ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഡിസൈൻസ് കൂടി ചെയ്യുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രോബെറി കേക്ക് കംപ്ലീറ്റ് ആയി. ടോപ്പ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്ക്വയർ യൂസ് ചെയ്ത് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഷുഗർ സിറപ്പ് നല്ലപോലെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്ക് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കാം. ഇത് ക്ലോസ്ഡ് സ്റ്റാർ നോസിലാണ്. ഈ നോസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോസൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു റോസ് കൂടി വരയ്ക്കുന്നുണ്ട്. ഈ നോസിൽ വെച്ചിട്ട് നമുക്ക് റോസ് മാത്രമല്ല വേറെ രീതിയിലുള്ള ഡിസൈൻസൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് നോസിൽ ഉപയോഗിച്ചിട്ടും എന്ത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ഇത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം.
അപ്പോൾ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡിയായി. തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ റെസിപ്പീസിനായി ഐഷാസ് കേക്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.